വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, ഇത് ഒരുപക്ഷെ MSC എൽസ ചെരിഞ്ഞു മറിഞ്ഞുണ്ടായ അപകടത്തെക്കാൾ ദൃശ്യത്തിൽ കുറച്ചുകൂടി വലിയ അപകടമാണ് എന്നുറപ്പായും നിസ്സംശയം പറയാം. തീ വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ഏതു രീതിയിൽ നടത്തുകയാണ്? INS സൂറത്ത് അങ്ങോട്ടേക്ക് എത്തുന്നതോടുകൂടി കുറച്ചൊരു എഫക്റ്റീവ് രക്ഷാദൗത്യം നടക്കും എന്ന് പ്രതീക്ഷിക്കാമോ വിഷ്ണു? ഹാഷ്മി, നിലവിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 4 വെസലുകൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. MSC എൽസ 3 മുങ്ങിയ സമയത്ത് ICG അർണവേഷാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം, അല്ലെങ്കിൽ ICG അർണവേഷ് എന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പാണ് നേതൃത്വം നൽകിയത്. ആ ഷിപ്പ് അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം സമുദ്ര പ്രഹരിയും സച്ചത്തും, അങ്ങനെ 4 ഷിപ്പുകളാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ അപ്പർ ഡെക്കിലാണ്, ഈ ഷിപ്പിന്റെ അപ്പർ ഡെക്കിൽ തീപിടിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അത് മറ്റിടങ്ങളിലേക്ക് പടർന്നു കഴിഞ്ഞാൽ അത്യന്തം ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകുമെന്നതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഇതിന്റെ എഞ്ചിൻ റൂമിലേക്ക് അടക്കം തീ പടർന്നു കഴിഞ്ഞാൽ പിന്നെ കപ്പൽ രക്ഷിക്കുക എന്നുള്ള ദൗത്യം പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വരും. ഇപ്പോൾ പ്രാഥമികമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നേവിയും എല്ലാം പരിഗണന നൽകുന്നത് ആളുകൾ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ചൈനീസ്, അതോടൊപ്പം തന്നെ തായ്ലൻഡ് സ്വദേശികളാണ് ഈ കപ്പലിലുള്ളത് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതിൽ 18 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി 4 പേരുടെ കാര്യത്തിലാണ് ഒരു വ്യക്തത ഇനി വരാനുള്ളത്. നേരത്തെ MSC എൽസ 3 മുങ്ങിയ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് 4 പേരോട്, ക്യാപ്റ്റൻ അടക്കമുള്ള 4 പേരോട് കപ്പലിൽ തന്നെ തുടരാൻ പറഞ്ഞിരുന്നു. അത് ഈ ഷിപ്പിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടാതിരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്. അതിൻ്റെ ഒരു സാഹചര്യത്തിൽ തന്നെയായിരിക്കും ഇപ്പോഴും അതിൽ 4 പേർ തുടരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ ജീവന് മറ്റപകടങ്ങളൊന്നും ഇല്ല എന്ന് പ്രാഥമികമായ വിവരം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. സംയുക്തമായ ഒരു ഓപ്പറേഷൻ ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും നടത്തുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 4 കപ്പലുകൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെതായ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ICG സങ്കേത്, അർണവേഷ, സമുദ്രപ്രഹരി, രാജ്ദൂത്, അഭിനവ്, ഈ കപ്പലുകളാണ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം തന്നെ ഇന്ത്യൻ നേവിയുടെ സൂറത്ത് എന്ന കപ്പലും എത്തിയിട്ടുണ്ട്. ഈ ICG അർണവേഷ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള കപ്പൽ കൂടിയാണ്. ഏറ്റവും ഒടുവിൽ MSC എൽസ 3 മുങ്ങുന്ന ഘട്ടത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ഈ ICG അർണവേഷാണ് നേതൃത്വം നൽകിയത് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി. സമുദ്രപ്രഹരിയാകട്ടെ ഇത്തരത്തിൽ, അതായത് ഈ എണ്ണ കപ്പലിലേക്ക് പടരാതിരിക്കുന്നതിന് വേണ്ടി, മലിനീകരണം തടയുന്നതിന് വേണ്ടിയൊക്കെ കോസ്റ്റ് ഗാർഡ് ഉപയോഗിക്കുന്ന ഒരു കപ്പലാണ് സമുദ്രപ്രഹരി. അതുകൊണ്ട് തന്നെ 2 ഓപ്പറേഷനുകൾ അറ്റ് എ ടൈം കോസ്റ്റ് ഗാർഡ് നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. അതിലൊന്ന് നാവികരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതും മറ്റൊന്ന് ഈ കപ്പലിൽ നിന്ന് അപകടകരമായ വസ്തുക്കൾ കടലിലേക്ക് പതിക്കാതിരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ നടപടികൾ. ഒരുപക്ഷെ ഈ എണ്ണയടക്കം ചോർന്നിട്ടുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഡ്രോണിയർ വിമാനങ്ങൾ ഉപയോഗിച്ച് അത് ഫൈൻഡ് ചെയ്ത് ബൂം ചെയ്ത് കളയാനുള്ള നടപടികൾ അവിടെ വെച്ച് തന്നെ ചെയ്യുകയാണ്. സാധാരണഗതിയിൽ ഒരുപക്ഷെ അത് 2 ദിവസത്തിനൊക്കെ ശേഷമാണ് അത്തരം നടപടിയിലേക്ക് പോകുമെങ്കിൽ ഇതൊരു തീപിടുത്തമായതിനാൽ ആ സാഹചര്യം, അതായത് പെട്ടെന്ന് ഇത്തരം അപകടകരമായ വസ്തുക്കൾ കടലിലേക്ക് പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് തുടക്കം തന്നെ ഇത്തരം നടപടികൾ ICG സമുദ്രപ്രഹരിയെ അങ്ങോട്ടേക്ക് എത്തിച്ച് ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു നടപടി കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുണ്ടായെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ അനുമാനിക്കുന്നു. ഇതിൽ 4 പേരുടെ കാര്യത്തിൽ ഇനി ഒരു വ്യക്തത വരുത്തണം. ഒപ്പം തന്നെ 3-ാം ഘട്ടത്തിൽ മാത്രമാണ് ഈ കപ്പൽ രക്ഷപ്പെടുത്തുക എന്നുള്ള നടപടിയിലേക്ക് കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നേവിയും പോകുക. സാധാരണഗതിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ലീസ്റ്റ് പ്രയോറിറ്റിയാണ് കപ്പൽ രക്ഷിക്കുക എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ ആളുകളെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രൈം പ്രയോറിറ്റി. അതിന് തന്നെയാണ് ഇപ്പോഴും പ്രാധാന്യം നൽകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കപ്പൽ അപകടം നടന്ന് അതിൻ്റെ ഞെട്ടൽ മാറി, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ പുറത്തോട്ട് പോവുകയാണ്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ കടലിൽ കിടക്കുകയാണ്. അതിൻ്റെ എണ്ണയൊക്കെ മാറ്റാനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് കോഴിക്കോട് ബേപ്പൂർ തീരത്ത്, ബേപ്പൂർ ഉൾക്കടൽ വെച്ച് വീണ്ടും ഒരു കപ്പലപകടം ഉണ്ടാകുന്നത്. ഇത് MSC എൽസ 3 അപകടത്തിൽ, അതായത് ചുഴിയിൽപ്പെട്ട അപകടത്തിൽപ്പെട്ട ഒരു സാഹചര്യമല്ല നിലവിൽ ഇവിടെ ഉള്ളത്. ഇവിടെ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ഡേഞ്ചറസ് ആയ സിറ്റുവേഷനാണ്. അപ്പർ ഡെക്കിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾക്ക് തീ പിടിച്ചു. ഒരുപക്ഷെ ആ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്ന കണ്ടന്റുകളിൽ നിന്ന് തീ പിടിച്ചതാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും മെഷീൻ തകരാറ് മൂലം കപ്പലിൽ നിന്ന് തീ പിടിച്ചതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത. ഇത് കരയിൽ നിന്ന് ഒരുപാട് കിലോമീറ്റർ, യഥാർത്ഥത്തിൽ ദൂരം നോക്കിയാൽ ഒരുപാട് കിലോമീറ്റർ അകലെയല്ല, നോട്ടിക്കൽ മൈൽ ദൂരം അകലെയല്ല. ഇത് ഈ പുക, ഈ കറുത്ത പുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത, കണ്ടാൽ പേടിയാവുന്ന രീതിയിലുള്ള പുക ഉയരുന്നുണ്ട്. നേരത്തെ ഡിഫൻസ് നേവി PRO പറഞ്ഞത് ഇപ്പോഴും തീ അണയ്ക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നുമില്ല. ഇത് ഈ കണ്ടെയ്നറിലെ എന്ത് കത്തയാണ് ഈ കറുത്ത പുക ഉണ്ടാവുന്നത് എന്നത് ഇപ്പോഴും നമുക്കൊരു പിടിയില്ല, അല്ലേ വിഷ്ണു?
ഹാഷ്മി, അക്കാര്യത്തിൽ ഒരു വ്യക്തത വരാൻ ഇനിയും സമയമെടുക്കും. നേരത്തെ MSc ELSA-3 പൂർണ്ണമായി മുങ്ങിയ ഘട്ടത്തിൽ അത് പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അതിലെ കണ്ടന്റുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. ഹസാഡസ് കണ്ടന്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരാനുള്ളത്. ഒരു പക്ഷേ കാൽസ്യം കാർബൈഡ് പോലുള്ള അത്യന്തം ഡേഞ്ചറസ് ആയ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിൽ കലർന്നാൽ തന്നെ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ MSc ELSA-3 അപകടത്തിൽപ്പെട്ട ഘട്ടത്തിൽ അവിടെയും ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിരുന്നു. ഈ കാൽസ്യം കാർബൈഡ് വെള്ളവുമായി കോൺടാക്ട് ചെയ്താണ് ഇത്തരം തീപിടുത്തം ഉണ്ടാകുന്നത്. ഇത് അങ്ങനെ എന്തെങ്കിലും കണ്ടന്റുകൾ വെള്ളത്തിലുണ്ടായ ആ കണ്ടന്റുകളിൽ നിന്നുണ്ടായ തീപിടുത്തമാണോ, അതല്ലെങ്കിൽ കപ്പലിന്റെ യന്ത്രത്തകരാറോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും മെഷീനറി ഫെയിലിയറുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തീപിടുത്തമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. കോസ്റ്റ് ഗാർഡിനും നേവിക്കും അവരങ്ങോട്ടേക്ക് എത്തി അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾക്ക് നടത്തുകയാണ്. ഈ കപ്പലിലുണ്ടായിരുന്ന 18 പേരിലെ ആളുകളാണ് എങ്ങനെ തീപിടിച്ചു എന്നുള്ള കാര്യത്തിലൊരു മറുപടി നൽകേണ്ടത്. സാധാരണഗതിയിൽ ഇത്തരം ചെറിയ ഫയറൊക്കെ ആണെങ്കിൽ കപ്പലിനകത്ത് തന്നെ വെച്ച് നിയന്ത്രിക്കാറുണ്ട്. അതൊരു കപ്പൽ യാത്രക്കിടയിൽ അത്തരം അല്ലെങ്കിൽ നാവികർക്ക് അത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു നിത്യസംഭവമാണ്. ഇത്തരത്തിൽ നിരന്തരമായി കപ്പലിൽ ഇത്തരം തീപിടുത്തം ഉണ്ടാകുകയും അത് അവിടെ വെച്ച് തന്നെ കെടുത്തുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ തീപിടുത്തം വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. നിലവിലുള്ളത് അപ്പർ ഡെക്കിലാണ് തീപിടുത്തമെങ്കിൽ അത് താഴത്തെ ഡെക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഈ കപ്പൽ പിന്നെ രക്ഷിക്കുക എന്നുള്ളത് അത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമായി മാറില്ല. അതുകൊണ്ട് ആളുകളെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 5 കപ്പലുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ അതിൽ പല കപ്പലുകളും ഇത്തരം ഓപ്പറേഷനുകൾ വേണ്ടി മാത്രം ICG സജ്ജീകരിച്ചിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ICG അർണവേഷും സമുദ്രപ്രഹരിയും ഇത്തരം കപ്പൽ അപകടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരം റെസ്ക്യൂ സംവിധാനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കോസ്റ്റ് ഗാർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പലാണ്. അതുകൊണ്ട് ആ കപ്പലുകൾ ഇറക്കിയിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. നേവിയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും വലിയ കോൺഫിഡൻസ് തന്നെയാണ്. കാരണം ഇത് വളരെ സക്സസ്ഫുൾ ആയി തന്നെ റെസ്ക്യൂ ചെയ്യാനാകുമെന്ന് അവർ പ്രതീക്ഷ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അപകടങ്ങളൊന്നുമില്ലാതെ ആളുകളെ രക്ഷപ്പെടുത്താനാകും എന്നുള്ളതിനാണ് ആ ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ 18 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ 4 പേരുടെ കാര്യത്തിലാണ് ഒരു വ്യക്തത വരാനുള്ളത്. ആ വ്യക്തത അല്പസമയത്തിനകം തന്നെ വരുമെന്ന് നമ്മൾ കരുതുകയും ചെയ്യുന്നു. വിശദമായൊരു ജോയിന്റ് ഓപ്പറേഷന് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് ഏകദേശം മണിക്കൂറുകളോളം നീളാനുള്ള സാധ്യതയുണ്ട്. ഈ തീ അണക്കാൻ ഇനി എന്ത് നടപടികൾ സ്വീകരിക്കും കോസ്റ്റ് ഗാർഡ് അതോടൊപ്പം ഈ നേവി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാട്ടർ പമ്പിംഗ് ആണോ അതല്ല എങ്കിൽ ഈ എയർ ഡ്രോണുകളോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററോ ഒക്കെ ഉപയോഗിച്ചുള്ള പമ്പിംഗ് ആണോ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ തീ എവിടെ നിന്നാണ് പടരുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത് നേവിയും കോസ്റ്റ് ഗാർഡുമാണ്.